2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് രാഷ്ട്രീയം കണ്ടത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഭവ വികാസങ്ങളായിരുന്നു. DMK, അണ്ണാ DMK എന്നിവരെ പരാജയപ്പെടുത്തി വിജയി തമിഴ്നാട് ഭരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ വാർത്തകൾക്കൊക്കെ പിന്നാലെ ഇപ്പോഴിതാ BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന അണ്ണാമലൈ പാർട്ടി വിടുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ ഒരു തീരുമാനത്തിന് കാരണം? തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ വളരെയധികം ഒരു സംഭവവാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴക നേതാവായിട്ടുള്ള നടനുമായിരുന്ന വിജയ് വലിയൊരു വിജയം നേടി തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറി, വലിയൊരു മുന്നണിയെ നയിക്കുന്ന ഒരു നേതാവായി മാറിക്കഴിഞ്ഞു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഹർഷ പറഞ്ഞ പോലെ തന്നെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഒരു മുന്നേറ്റം നടത്താൻ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ BJP വിടുന്നു എന്നുള്ളൊരു അഭ്യൂഹമൊക്കെ പുറത്തു വരുന്നത്. ഇക്കാര്യത്തിലൊക്കെ ഔദ്യോഗിക സ്ഥിരീകരണം അദ്ദേഹവും നടത്തിയിട്ടില്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെയുള്ള ഏറ്റവും പുതിയ അറിവ്. പക്ഷെ നമുക്കിത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്തോ ഒരു BJP ആയിട്ട്, സംസ്ഥാന BJP ആയിട്ട് കുറച്ച് നാളുകളായിട്ട് ഒരു അകന്നാണ് കഴിയുന്നത്. കുറച്ച് ആദ്യം പഴയ പോലെ ഒരു ബന്ധം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. മുൻ IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള അണ്ണാമലൈ 2020 BJPയിലെത്തുന്നത്. 2021 അദ്ദേഹം BJP സംസ്ഥാന പ്രസിഡന്റ് ആവുന്നുണ്ട്. 2025 വരെ അദ്ദേഹം ആ പദവി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അണ്ണാമലൈ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. അതിനിടയിൽ അതിന് അപ്രതീക്ഷിതമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുന്ന ഒരു കാഴ്ച കാണാനുണ്ടായി. അതോടെയാണ് അദ്ദേഹം BJPയും തമ്മിലുള്ളൊരു അകൽച്ചയ്ക്ക് കൂടുതലാക്കാൻ കൂട്ടിയത്. അകൽച്ചയ്ക്ക് ഉണ്ടാകാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് വെച്ചാൽ BJP അവരുടെ മുഖ്യ എതിരാളിയായിട്ട് കണ്ടിരുന്ന DMK-നെയാണ്. അപ്പോൾ അവർ DMK-നെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അണ്ണാ DMK-നെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് അണ്ണാമലൈ അവിടെ സംസ്ഥാന BJPയിലൊരു തീരുമാനം, അല്ലെങ്കിൽ ദേശീയ തലത്തിലൊരു തീരുമാനം നീക്കം ഉണ്ടായി. പക്ഷെ അതിന് ശക്തമായിട്ട് പ്രതിരോധിച്ച ആളാണ് അണ്ണാമലൈ. അണ്ണാമലയുടെ നിലപാട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാ DMK-യുടെ സപ്പോർട്ടില്ലാതെ തമിഴ്നാട്ടിലെ BJPക്ക് അവരൊരുമിച്ച് നിന്നിട്ട് DMK-നെ അണ്ണാമലൈനെ ഒരുപോലെ എതിർക്കാം എന്നുള്ള ഒരു നിലപാടായിരുന്നു. പക്ഷേ ഈ മറുവശത്ത് സ്റ്റാലിൻ നയിക്കുന്ന DMK ഉള്ളപ്പോൾ ഒരു വലിയൊരു ശക്തിയാണ് DMK. ആ DMK പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അണ്ണാ DMK കൂടെ കൂട്ടാം എന്നുള്ള നിലപാടിലായിരുന്നു BJP ദേശീയ നേതൃത്വം അടക്കമുണ്ടായിരുന്നത്. ആ നിലപാടിന് അവിടെ വിജയം കാണുകയും അണ്ണാമലയുടെ ഒരു നീക്കത്തിന് പരാജയം കാണുകയും ചെയ്തു. അതിനൊപ്പം തന്നെ ഒരു ത്രിഭാഷ നയവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു വിവാദങ്ങളുണ്ടായി. അതിലും അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടായി. അവിടെ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന കിട്ടാൻ സാധിക്കാതെ പോയി. അതോടെയാണ് BJP ആയിട്ടുള്ള ഒരു അകൽച്ചയുടെ ആക്കം കൂട്ടിയത്. അതിനിടയിൽ ഈ സംസ്ഥാനത്ത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോയമ്പത്തൂരിൽ നിന്ന് മത്സരിക്കണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ അതിനും അവിടെ ഒരു അവസരം കിട്ടിയില്ല. അവിടെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാവുന്നില്ല. അതോടെ വീണ്ടും അദ്ദേഹവും സംസ്ഥാന BJPയും തമ്മിലുള്ള വിള്ളലിനാക്കം കൂടി. അതിനൊപ്പം കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് അണ്ണാമലൈ ഒരു ശക്തിയായി വളരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളൊക്കെ കോയമ്പത്തൂരിലും പല ഭാഗങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ നയിക്കാനും വരൂ എന്നൊക്കെയാണ് അദ്ദേഹം പോസ്റ്ററുകളിലുള്ള വാക്കുകൾ. അപ്പോൾ അദ്ദേഹം അതിനോട് അനുബന്ധിച്ചാണ് അദ്ദേഹം BJP വിടുന്നു, BJP വിട്ടു കഴിഞ്ഞാൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്നുള്ളൊരു വാർത്തകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. എന്തുകൊണ്ടായിരിക്കും ഈ പുതിയ പാർട്ടി രൂപീകരിക്കാം എന്നൊരു തീരുമാനം? എന്തായാലും നിലവിലിപ്പം വിജയുടെ TVK ഉണ്ട്, DMK ഉണ്ട്, അണ്ണാ DMK ഉണ്ട്. ഈ പാർട്ടിയോടൊപ്പം ചേരുന്നതിന് പകരം പുതിയൊരു പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു രീതിയിൽ പ്രവർത്തനം നടത്താമെന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും? പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് ഈ പാർട്ടിയുടെ പേര് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. മക്കൾ ശക്തി ഇയക്കം എന്നാണ് ഈ പാർട്ടിക്ക് പേര് ഇട്ടിരിക്കുന്നതാണ് പറയുന്നത്. ജൂൺ 4 പാർട്ടി പ്രഖ്യാപിക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷെ അതേ ഈ പാർട്ടി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ BJPയിൽ നിന്ന് വിട്ട് അല്ലെങ്കിൽ പുതിയൊരു പാർട്ടിയായിട്ട് വന്നിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ അവിടെ ഒരു വിജയം കാണുമെന്ന് അദ്ദേഹത്തിന് തോന്നാനുള്ളൊരു കാരണമായിട്ട് പറയുന്നത് TVKയുടെ വിജയമാണ്, പ്രത്യേകിച്ച് വിജയുടെ വിജയമാണ്. അപ്പോൾ വിജയ് ഒരു സുപ്രഭാതത്തിൽ വന്ന് തമിഴ്നാട്ടിൽ വന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ആളല്ല. അദ്ദേഹം ഒരു 2010 മുതൽ അദ്ദേഹം ഇതിനു വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ആരാധക കൂട്ടായ്മനെ അദ്ദേഹം പതിയെ ഒരു രാഷ്ട്രീയ കൂട്ടായ്മയായി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൽ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മുക്കി മാറ്റുകയാണ് ചെയ്തത്. അതേ ഒരു ശൈലി ഇവിടെ അണ്ണാമലൈ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു പാർട്ടി ഇപ്പോൾ മുന്നിലേക്ക് BJP വിടുക മാത്രമായിരിക്കും അദ്ദേഹം ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. BJP വിട്ട് കഴിഞ്ഞ് നാളെ ഇപ്പോൾ ഒരു പാർട്ടി രൂപീകരിക്കുക അദ്ദേഹത്തിന് സാധിക്കുമെങ്കിലും, പക്ഷേ അത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചാൽ പോലും
അതൊരു വിജയമാകാൻ സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന കാലത്തൊന്നും തമിഴ്നാട്ടിൽ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നില്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നില്ല. ഇപ്പോഴേ പാർട്ടി രൂപീകരിച്ച് ഒരു പാർട്ടി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അതിനൊപ്പം തന്നെ ഇവിടെ വിജയുടെ ഒരു വിജയത്തിൻ്റെ ഒരു ആഘോഷത്തിൽ തന്നെയാണ് തമിഴ്നാട് ഇപ്പോഴും ഉള്ളത്. ഈ ഒരു വലിയൊരു ആഹ്ലാദം അവിടെ നടക്കുന്നതിനിടയിൽ ഇപ്പോൾ ഒരു പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അപ്പോൾ അദ്ദേഹം ഇവിടെ ലക്ഷ്യം വെക്കുന്നത് വെച്ചാൽ ഈ സമയത്ത് BJP-യിൽ നിന്ന് മാറി വിജയ് എങ്ങനെയാണോ അദ്ദേഹത്തിന് ആരാധക കൂട്ടായ്മേനെ ഇത്ര നാളും ഹാൻഡിൽ ചെയ്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി കൊണ്ടുവന്നത് അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനാണ്. അദ്ദേഹം ഇപ്പം BJP വിട്ടിട്ട് അദ്ദേഹത്തിന് കൂടുതൽ ഇപ്പോൾ വിജയിയുടെ പോലെ തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ആരാധകരായിട്ട് വിജയിക്ക് ആരാധകരാണെങ്കിൽ ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തന്നെയാണ് ഈ അണ്ണാമലയും അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് യുവാക്കളൊപ്പം കൂട്ടിയത്. യുവാക്കളെയും അതുപോലെ കന്നി വോട്ടർമാരെയും സ്വാധീനിക്കാൻ ആ കാലത്ത് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ആ ഒരു ഫോർമുല തന്നെയാണ് ഇവിടെ ഇദ്ദേഹം പുറത്തെടുക്കുന്നത്. ഇതുമായിട്ട് മുന്നോട്ട് പോകുന്തോറും ഇപ്പോൾ പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പരാജയം അല്ലെങ്കിൽ തിരിച്ചടി ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം വിജയ് ഇവിടെ അണ്ണാമല പുതിയ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ആയിരിക്കും പാർട്ടിയിലേക്ക് സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് പറ്റുക. അതായത് ഇപ്പം വിജയിനെ സംബന്ധിച്ചിടത്തോളം ഈ ആരാധകർക്കിടയിൽ യുവാക്കളുടെ ഒരു വലിയ പങ്കാളിത്തമുണ്ട്. അത്തരത്തിൽ അണ്ണാമലയ്ക്കൊരു സാധ്യതയുണ്ടോ? ആളുകളെ കൂട്ടാൻ സ്വാധീനിക്കാൻ പറ്റുമോ ആ യുവാക്കളെ എന്നുള്ളത്? അതിപ്പോൾ ഹർഷ പറഞ്ഞല്ലോ, ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരുന്ന കാലത്ത് അദ്ദേഹം സംസ്ഥാനത്തുടനീളം പര്യടനം നടത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിച്ച് അദ്ദേഹം കന്യ വോട്ടർമാരെയും യുവതലമുറയെയും യുവ വോട്ടർമാരെയും അദ്ദേഹം ഒപ്പം നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ പിന്തുണ വലിയൊരു വർഷം വരെ നേടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട് പൊളിറ്റിക്സിൽ വളരെ പോപ്പുലറായിട്ട് വന്നൊരു പെട്ടെന്നൊരു ഉദിച്ചു വന്നിരുന്ന നേതാവായിരുന്നു ഇദ്ദേഹം. പക്ഷേ അത് ദേശീയ തലത്തിൽ പോലും അദ്ദേഹത്തിന് ശ്രദ്ധിക്കപ്പെടാൻ അതുകൊണ്ട് സാധിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന് പ്ലസ് പോയിന്റ് ആയിട്ട് കത്തി നിന്ന സമയം ഉണ്ടായിരുന്നു. ആ കത്തി നിന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു ഫോളോവേഴ്സ് ആൾക്കാരുണ്ട്. ആ ഫോളോവേഴ്സ് ഇപ്പോഴും അത് കൂടെ ഉണ്ട്, ഒപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതായത് യുവാക്കളും കന്നി വോട്ടർമാരുമായിട്ടുള്ള ആൾക്കാർ, പിന്നെ അദ്ദേഹം പല പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണലുകളെ അദ്ദേഹം ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഇവരൊക്കെയായിട്ട് മുന്നോട്ട് പോകുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വിജയ് ഇവിടെ എന്താണ് ചെയ്തത്, TV-ക്ക് എന്താണ് ചെയ്തത്, അതേ മാതൃക ഇവിടെ അണ്ണാമലയും ഫോളോ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുവഴി ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുക. ഇപ്പോഴൊരു പാർട്ടി പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ ഒരു പാർട്ടിയായിട്ട് മുന്നോട്ട് പോവുക എന്നതല്ല അദ്ദേഹത്തിന്. ഈ 2031 തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഒരു സാഹചര്യം വരെ ഇനിയുണ്ട് അദ്ദേഹത്തിന്. ഇനി 5 വർഷമുണ്ട്. അത് ഇപ്പോഴേ ഒരു പാർട്ടി പ്രഖ്യാപിച്ച് ആ പാർട്ടി പ്രഖ്യാപിച്ച് എങ്ങും എത്താത്തൊരവസ്ഥയിലുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇപ്പോൾ വിജയ് 2010 മുതൽ അല്ലെങ്കിൽ 2005 ശേഷം അദ്ദേഹം നടത്തിയ ഒരു അടിത്തറ വിപുലീകരണമുണ്ട് ഈ ആരാധകരെ വെച്ചുള്ള. അത് ഇപ്പം അണ്ണാമല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനെ സ്വാധീനിക്കുന്ന ആൾക്കാരെയൊക്കെ കൂടെ കൂട്ടി ഒരടിത്തറയുണ്ടാക്കി പതിയെ മുന്നോട്ട് പോവുക. ആ അടിത്തറ വലിയൊരു വിപുലീകരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പ്രത്യേകിച്ച് ഇപ്പം കോയമ്പത്തൂർ, അവിടെയാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ ആൾക്കാരുള്ളത്. ആ പ്രത്യേകിച്ച് കോയമ്പത്തൂർ എന്നറിയാം തമിഴ്നാട്ടിൻ്റെ ഒരു പ്രധാന ഒരു വ്യാവസായിക മേഖല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു വലിയൊരു ശക്തിയായി മാറാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഈ മറുവശത്ത് ഇപ്പം ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം TV-ക്ക് നിലവിൽ ഇപ്പം വലിയൊരു ശക്തിയാണ്. ഇപ്പം അടുത്ത ഒരു ടൈമിലും കൂടെ TV-ക്ക് തന്നെ ഭരിക്കുമെന്ന് ഇപ്പോൾ അവിടുത്തെ തമിഴ്നാട് പൊളിറ്റിക്സിൽ എല്ലാവരും തന്നെ പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിജയുടെ ഒരു വ്യക്തിപ്രഭാവത്തിലാണ് ആ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത് യുവാക്കളുടെയും യുവജനങ്ങളുടെയും പിന്തുണ ശക്തമായിട്ട് അവിടെ അദ്ദേഹത്തിന് ലഭിക്കുന്നുമുണ്ട്. ആ ഒരു പ്രഭാവം അവിടെയുണ്ട്. അപ്പോൾ ഒരു ശക്തമായ പ്രതിപക്ഷമാകാൻ അവിടെ DMK ശ്രമിക്കുന്നുണ്ട്. DMK അതിന് ഉദയനിധി സ്റ്റാലിനാണ് ഇപ്പം DMKയുടെ മുന്നിൽ നയിക്കുന്ന. സ്റ്റാലിൻ പരാജയപ്പെട്ടിരുന്നു. ആ ഉദയനിധിയാണുള്ളത്. ഉദയനിധി അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. വിജയ്ക്ക് പറ്റിയ എതിരാളിയായിട്ട് പോകും. വിജയ് കഴിഞ്ഞ ദിവസം കൂടെ നടത്തിയൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഉദയനിധി അല്ലെങ്കിൽ DMK തന്നെയാണ് എൻ്റെ പ്രധാന എതിരാളി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അതായത് DMKയും TV-ക്കും മാത്രമായിട്ട് മാറുവാണ് തമിഴ്നാട്ടിൽ പൊളിറ്റിക്സ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഒരു മൂന്നാമത് ശക്തിയായിട്ട് തനിക്ക് വളർന്നു വരാൻ പറ്റും, അല്ലെങ്കിൽ താനൊരു നേതാവായി വരും എന്നൊരു ഉറച്ച വിശ്വാസം ശരിക്കും പറഞ്ഞാൽ ഈ വിജയ്ക്കുണ്ടായ വലിയ ഭൂരിപക്ഷത്തിലാണ്, പ്രതീക്ഷിച്ചതിലധികം ഭൂരിപക്ഷത്തിലാണ് വിജയ് തമിഴ്നാട് ഇത്തവണ വിജയിച്ച് കയറിയത്. അപ്പം ഈ വിജയുടെ വിജയം എന്ന് പറയുന്നത് അണ്ണാമലയെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന്, അതായത് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാനും പുതിയൊരു പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കാനൊക്കെ അദ്ദേഹത്തെ
സ്വാധീനിച്ചത് ഈ വിജയുടെ വിജയമാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിജയ് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനമാണോ എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. അപ്പൊ അത് എത്തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവും, നമുക്ക് ആ രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ? തീർച്ചയായിട്ടും അതെ. വിജയുടെ പാർട്ടി TV-ക്ക് ഉണ്ടാക്കിയ വിജയം തന്നെയാണ് അണ്ണാമലയിന് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ അല്ലെങ്കിൽ ഒരു പുതിയ ആശയമായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം, അല്ല പ്രചോദിപ്പിക്കുന്ന കാര്യം. കാരണം വിജയ് ഉണ്ടാക്കിയ ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിച്ചില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു പത്രസമ്മേളനം നടത്തി പറയുന്നുണ്ട്. അതിൻ്റെ അദ്ദേഹം ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. അദ്ദേഹം കാരണം ഈ രജനീകാന്ത് തമിഴ്നാട് രാഷ്ട്രീയത്തിലോട്ട് വന്നു, അതിനുശേഷം പാതി വഴിയാണ് അദ്ദേഹം അവസാനിപ്പിച്ച് പിന്മാറിയ വ്യക്തിയാണ്. പക്ഷേ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കുക, ആദ്യ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളിൽ അത് MLA-മാരെ വിജയിപ്പിക്കുക, അധികാരത്തിൽ വരിക, മുഖ്യമന്ത്രിയാകുക, വിജയ്ക്ക് സാധിച്ചു. ആ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് കാണുന്ന എത്ര വലിയൊരു വിജയം നേടാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു മാതൃക തന്നെയാണ് അണ്ണാമലയും ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ അണ്ണാമലയ്ക്ക് ഇത്രയും വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിലെ വിജയ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ മാത്രം നമുക്ക് ചോദിക്കേണ്ടതില്ല. ഈ സൗത്ത് ഇന്ത്യയിൽ വിജയിനെ അറിയത്തില്ലാത്ത ആരുമില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലാണെങ്കിലും പുറത്താണെങ്കിലും വിജയ് എല്ലാ കാലത്തോട്ടൊരു മുഖം തന്നെയാണ്. ഏകദേശം നമുക്കൊരു 1995-ന് ശേഷം അല്ലെങ്കിൽ 2000-ന് ശേഷം തമിഴ്നാട്ടിൽ സിനിമകളിലുണ്ടായൊരു മാറ്റങ്ങളുണ്ട്, അതുപോലെ അവിടെ നടന്മാരിലുണ്ടായ മാറ്റങ്ങളുണ്ട്. പക്ഷെ ആ കൂട്ടത്തിലെല്ലാം പതിയെ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് വിജയുടെ വളർച്ച ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഫാസ്റ്റായിട്ട് നടന്ന വിജയുടെ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് യുവാക്കളും കുട്ടികളുമാണ് കൂടുതലുണ്ടായിരുന്നത്. അതായത് കന്നി വോട്ടർമാരൊക്കെ അവർ പലരും പറയുന്നുണ്ട്, വീട്ടിലെ എൻ്റെ അച്ഛനെയും അമ്മേനെയും കൊണ്ടുവരാൻ ഞാൻ വിജയ്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു, അവരെ കൊണ്ട് നിർബന്ധിച്ചു എന്ന് പറയുന്നത്. അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ വേണ്ടി വിജയ്ക്ക് പറ്റിയിരുന്നു. പക്ഷെ ആ ആളുകളെ അത്രയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് പറ്റുമോ, അണ്ണാമലയ്ക്ക് പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അത് തമ്മിൽ നോക്കുമ്പോൾ വിജയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ഇപ്പോൾ ഈ ഒരു ഭാഗം കന്നി വോട്ടർമാരെയും യുവാക്കളെയും അദ്ദേഹം ലക്ഷ്യം വെക്കുന്ന കുറച്ച് പ്രൊഫഷണലുകളെയും ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് അണ്ണാമലയ്ക്ക് തീർച്ചയായിട്ടും സാധിക്കും. TV-ക്ക് ഇത്ര വലിയ വിജയം നേടി വിജയ് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ അണ്ണാമല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് അതേ രീതിയിൽ തന്നെ ഒരു പുതിയ മുഖമായി ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു മുന്നേറാനുള്ള ഒരു പ്രാവീണ്യം ഉണ്ടാകുമോ എന്നുള്ളതും ചോദിച്ചറിയേണ്ട കാര്യം തന്നെയല്ലേ? അതായത് ഇപ്പോൾ ഹർഷ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട്ടിൽ വിജയ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മുഖമായിട്ട് മാറാൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ തലപ്പൊക്കമുള്ള ഒരു നേതാവായിട്ട് മാറാൻ ഉദയനിധി സ്റ്റാലിൻ ഒക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ. അപ്പം ആ ഒരു ഘട്ടത്തിൽ അണ്ണാമലയ്ക്കും അങ്ങനെ ഒരു ഇതുണ്ടാകുമോ, ജനപ്രീതി കിട്ടുമോ എന്നൊക്കെയുള്ളത്? അല്ല, അണ്ണാമലയ്ക്കൊരു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു മുഖമായിട്ട് മാറാൻ പറ്റിയൊരു ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ വിജയ് ഒരു വ്യക്തി അവിടെയുണ്ട്, മറുവശത്ത് ഉദയനിധി സ്റ്റാലിനുണ്ട്. ഇവർക്ക് ബദലായിട്ട് വേണമെങ്കിൽ അണ്ണാമലയിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അദ്ദേഹം BJP-യിലൂടെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വന്നത്. അദ്ദേഹത്തിന് ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാകും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJP-ക്ക് ഇനി എത്രത്തോളം ഒരു പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം വെച്ചാൽ BJP-നെ എപ്പോഴും അകറ്റി നിർത്തുന്ന ഒരു സംഭവമാണ് തമിഴ്നാട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത്. ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP-നെ സംഘപരിവാര രാഷ്ട്രീയത്തെ അവരെപ്പോഴും തള്ളിപ്പറയുന്നത്. അതിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ തനിക്ക് ഒരു വളർച്ച ഉണ്ടാകില്ല എന്നൊരു തോന്നൽ മൂലമാണോ അദ്ദേഹം ഈ പെട്ടെന്നൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് മാറുന്നതെന്ന് നമുക്കൊരു ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ വിജയുടെ ഒരു വളർച്ച അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം തന്നെ ഹർഷയിപ്പം ചോദിച്ച പോലെ തന്നെ ഒരു മുഖമായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഒരു വിഭാഗം ആൾക്കാരെയാണ്. വിജയ് ഒരു ലക്ഷ്യം വെച്ച ഒരു വിഭാഗം ആൾക്കാരെ പോലെ തന്നെ അദ്ദേഹവും ലക്ഷ്യം വെക്കുന്ന ഈ പ്രൊഫഷണലായിട്ടുള്ള വ്യക്തികളെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ചിലപ്പോൾ രാഷ്ട്രീയ ശൈലിയൊക്കെ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ അദ്ദേഹം ഒരു ദേശീയത അതിലുപരി ചിലപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയം കൂടെ കലർത്തിയുള്ള ഒരു രാഷ്ട്രീയമായിരിക്കും ചിലപ്പോൾ അണ്ണാമലൈ പുറത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹം ഇത്ര നാളും BJP-ക്ക് ഒപ്പം പ്രവർത്തിച്ച ആളാണ്. BJP ദേശീയ നേതൃത്വമായിട്ട് ഇപ്പോഴും നല്ല ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ അദ്ദേഹം ഒരു സെമി BJP പോലുള്ള ഒരു പാർട്ടി ആയിരിക്കും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അല്ലെ പാർട്ടിയല്ല, അവരുടെ ആശയം മുന്നോട്ട് വെക്കുന്നത്. ഈ BJP-യിലായിരുന്നല്ലോ ഇത്ര കാലം പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി BJP-യിൽ നിന്നൊരാൾ പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയവും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഒരു രീതിയും വെച്ച് അവരെത്രത്തോളം അണ്ണാമലൈനെ ഉൾക്കൊള്ളും എന്നുള്ളതൊരു ചോദ്യമല്ലേ? അതായത് BJP-യോട് എന്നും ഒരു അകൽച്ച കാണിച്ചിരുന്ന ജനങ്ങളാണ് അവിടെയുള്ളത്. അങ്ങനൊരു പാർട്ടിയിൽ നിന്ന് ഒരാൾ വരുന്നു, അയാൾ എന്തായാലും ആശയം മാറുന്നില്ലല്ലോ, പാർട്ടി മാറുമ്പോഴും ആശയം ഉള്ളിലുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും പുതിയൊരു പാർട്ടി രൂപീകരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പിന്തുണയെല്ലാം ജനങ്ങൾ കൊടുക്കണമെന്നില്ലല്ലോ. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണാൻ കഴിയുക? ഇതിനു മുമ്പ് വിജയ് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയ ആളുകളിൽ പ്രമുഖ
സിനിമാ താരങ്ങളായിരുന്നു രജനീകാന്തും കമലഹാസനും. അതെ അതെ. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ശക്തമായ ഐഡിയോളജി, ഒരു പൊളിറ്റിക്സ്, ഇതാണ് ഞങ്ങളുടെ ആശയം എന്ന് പറഞ്ഞ് മുന്നിലോട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയില്ല. കമലഹാസനും സാധിച്ചില്ല, രജനീകാന്തിനും സാധിച്ചില്ല. കമലഹാസന് മറ്റ് ഒരു തരത്തിലും പറ്റിയില്ല. രജനീകാന്തിന് അദ്ദേഹത്തിൻ്റെ ഒരു വേറെ എന്തൊക്കെയോ ഒരു പൊളിറ്റിക്സ് ആയിരുന്നു അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. കമലഹാസൻ വയറ്റി തെളിയാൻ നോക്കിയത് ഒരു പക്കാ തമിഴ് രാഷ്ട്രീയം പോലെയായിരുന്നു. പക്ഷെ അതൊന്നും അവിടെ വിജയിച്ചു കണ്ടില്ല. കാരണം വെച്ചാൽ തമിഴ്നാടിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവർ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഊന്നി അവരുടേതായ രീതികളുമായിട്ട് പിന്തുടരുന്ന രാഷ്ട്രീയമാണ്. അവിടെ വിജയിച്ച് കയറണമെങ്കിൽ ഇപ്പോൾ ദ്രാവിഡ പാർട്ടികളാണ് എത്ര നാളും അവിടെ വിജയിച്ച് സക്സസ് ആയിട്ടുള്ളവർ. ആ മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് TVK വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ TVKയുടെ വിജയിച്ചതിൽ എന്തെങ്കിലുമൊക്കെ പ്രധാന ഘടകങ്ങൾ അണ്ണാമലൈ അതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ സാധ്യതയുണ്ട്. അതായിരിക്കും അദ്ദേഹം ചെയ്യുക. അദ്ദേഹം ഇപ്പം BJPക്കൊപ്പം നിന്ന് അവിടെ ഒരു വളർച്ച ഉണ്ടാകാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ്, നമ്മൾ പറയും കേരളത്തിലെ പൊളിറ്റിക്സ് ആണ്, കേരള രാഷ്ട്രീയമാണ് എപ്പോഴും സംഘപരിവാറിനെ BJPനെ അകറ്റി നിർത്തിയിരിക്കുന്നതെന്നാണ്. പക്ഷെ അല്ല, അത് തമിഴ്നാടാണ്. നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടാണ് എപ്പോഴും സംഘപരിവാറിനെ BJPനെ അകറ്റി നിർത്തിയിരിക്കുന്നത്. ഈ സംഘപരിവാറിനും BJPക്കും വളരാൻ ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണ് തമിഴ്നാട് പൊളിറ്റിക്സ് ആണ്. അമ്പലങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം കേരളത്തിനേക്കാളും കൂടുതൽ അടിത്തറയുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ എന്നിട്ടും അവിടെ അവർക്ക് BJPക്ക് വളരാൻ പറ്റാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ചിട്ടയായ ഒരു ദ്രാവിഡ രാഷ്ട്രീയമുണ്ട്, അവരുടേതായ ഒരു ചട്ടക്കൂട്ടുണ്ട്. അതിൽ നിന്നുകൊണ്ട് മാത്രമാണ് അവർ വളർന്നത്. ആ ഒരു ചട്ടക്കൂടിൻ്റെ അകത്തുനിന്ന് തന്നെ വളരുമ്പോഴേ അവർക്കവിടെ വളർച്ച ഉണ്ടായിട്ടുള്ളൂ. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വളർച്ച ഉണ്ടായിട്ടുള്ളൂ. അതിൽ നിന്ന് വിഭിന്നമായിരുന്നു വിജയുടെ TVK. അതാണ് അണ്ണാമലൈനെ അദ്ദേഹത്തെ ഒരു ലക്ഷ്യം വെക്കുന്ന കാര്യം വെച്ചാൽ അതുപോലെ എന്തുകൊണ്ട് തനിക്കും ഒരു വളർച്ച സാധിച്ചുകൂടാ, തനിക്കും അത് എന്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് വന്നുകൂടാ എന്നാണ് അദ്ദേഹം ലക്ഷ്യപ്പിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും ഇവിടെ ചോദ്യം, ഇപ്പോൾ ഹർഷ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചോദ്യമുണ്ട്, അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി, എന്താണ് പാർട്ടിയുടെ നിലപാട് എന്ന കാര്യങ്ങളൊക്കെ ദേശീയ BJPയുടെ രാഷ്ട്രീയമായിട്ട് ഒത്തുപോകുന്നതാണോ, അതിനൊപ്പം നിൽക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞാലുണ്ടാവുന്ന ഒരു തിരിച്ചടി എന്താണെന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. കാരണം വെച്ചാൽ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇത്ര നാളിരുന്ന ആളാണ്. അപ്പോൾ അതും കൂടെ ഉൾക്കൊണ്ടുള്ള തീരുമാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാനാകും. എന്തായാലും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും വിജയ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിൽ ഇനി അണ്ണാമലൈ കൂടി എത്തുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം.